അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പുണ്യമേറിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഷഹ്റു റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ഖുർആനാണ്, വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? ഒന്ന് തിലാവത്താണ്, പാരായണമാണ്. മറ്റൊന്ന് തഅല്ലുമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ പഠനമാണ്. മറ്റൊന്ന് തദബ്ബുറാണ്, മൂന്നാമത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തോടൊപ്പം അതിനെപ്പറ്റി ചിന്തിക്കുക എന്നതാണ്. നാലാമത്തത് തത്ബീഖാണ്, അത് പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ കേവല പാരായണത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, ചരിത്രത്തിൽ ഒരുപാട് സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരെല്ലാം വിശുദ്ധ ഖുർആൻ നമ്മളോടാണ് സംസാരിക്കുന്നത്, എന്നോടാണ് സംസാരിക്കുന്നത് എന്ന രൂപത്തിലാണ് അതിൻ്റെ ആയത്തുകളെ അവർ റീഡ് ചെയ്തത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ ഭാഗത്ത് യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി എന്ന ആയത്ത്, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ പ്രവാചക ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരരുത്. മഹാനായ പ്രവാചകന്റെ സ്വഹാബി സാബിത്ത് ബിൻ ഖൈസിനെ ഈ ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെ കാണാനില്ല. അങ്ങനെ പ്രവാചക സദസ്സിൽ കാണാതായ സ്വഹാബിയെ വീട്ടിൽ ആളുകൾ തെരഞ്ഞു പോവുകയാണ്. കാരണം എന്താണ്? പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരരുത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി അവർ സ്വന്തത്തോടാണ് മനസ്സിലാക്കിയത്. ഇത് ആരോടെങ്കിലുമല്ല, ഇത് എന്നോടാണ് എന്ന രൂപത്തിൽ ആയത്തുകളെ വായിക്കാനും ചിന്തിക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹ 20-ാം അധ്യായം സൂറത്തു ത്വാഹയുടെ ആദ്യ വചനങ്ങളാണ് മാറ്റിയത്. അതുപോലെ ധാരാളം ആളുകൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ്. അപ്പൊ അതിൻ്റെ അർത്ഥവും ആശയവും ആലോചിച്ചാണ് കരയുകയും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത്. ഇതെങ്ങനെയാണ് സാധിക്കുക? നമ്മൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ പഠനത്തിലേക്ക്, ആഴമേറിയ പഠനത്തിലേക്ക് നമ്മൾ വരണം. അതിനാണ് നമ്മുടെ ഖുർആൻ ക്ലാസ്സുകൾ എന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്താൻ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് പറയുന്നുണ്ട്, മുറു അബൂബക്കറിൻ അൻ യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ അബൂബക്കറിനോട് കൽപ്പിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അബൂബക്കറിനെ ഇമാമത്ത് നിർത്താൻ പറ്റൂല. അതിന്റെ കാരണം പറയുന്നത്, ഇന്ന അബൂബക്കറിൻ റജുലുൻ റഖീഖ്, അബൂബക്കർ ലോലഹൃദയനാണ്. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, അദ്ദേഹത്തിന്റെ പാരായണം മുറിഞ്ഞു പോകും, ആളുകൾക്ക് അവ്യക്തമാവിധം അദ്ദേഹം കരയുന്നതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സാധിച്ചത്? വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും ആശയവും അവരെന്ത് ചെയ്തു? ആലോചിച്ചു കൊണ്ടായിരുന്നു അവർ പോയത്. പിന്നെ നജ്ജാശി രാജാവിന്റെ ചരിത്രം നമുക്കറിയാം. ജഅഫർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, മുസ്ലിങ്ങൾ സ്വഹാബികൾ ആദ്യം ഹിജറ പോയത് അബിസീനിയയിലേക്കാണ്, ഹബിഷയിലേക്കാണ്. അവിടുത്തെ ഭരണാധികാരിയായ നജ്ജാശി ഈസാ അലൈഹി ഇസ്ലാമിയെ പറ്റിയും മറിയം ബീവിയെ പറ്റിയും ഒക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ജഅഫർ റളിയല്ലാഹു അൻഹു അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? മാദാ തഖൂലൂന ഫീ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? അതിന് ജഅഫർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയമാണ് ഓതിക്കൊടുത്തത്. സൂറത്ത് മറിയം കേട്ടിട്ട് നജ്ജാശിയുടെ കണ്ണുകൾ നിറഞ്ഞു, അവിടെ ചുറ്റുമുള്ള ആളുകളുടെ, പുരോഹിതന്മാരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പണ്ഡിതന്മാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. വൈദാ സമീഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനുഹും തഫീലു മിനദ്ദം മിമ്മാ അറഫു മിനൽ ഹഖ്, റസൂലിനെ അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ സത്യം മനസ്സിലാക്കിയതിന്റെ ഫലമായി അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായി നിനക്ക് കാണാം.
എന്നിട്ട് അവര് പറയും, യഖൂലൂന റബ്ബന ആമന്ന ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങളെയും നീ രേഖപ്പെടുത്തണമേ എന്നാണ്. അപ്പൊ അങ്ങനെ വിശുദ്ധ ഖുർആൻ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായത് വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക്, ആഴമേറിയ പഠനത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ്. നമുക്ക് മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ രോഗിയാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിലെ ആയത്തായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന അദാബ റബ്ബിക ലവാഖി, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫി, അത് കടന്നു വന്നാൽ അതിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. ഈ ആയത്തുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്നാണ്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 41-ാമത്തെ ആയത്ത്, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വാർദ്ധക്യകാലത്ത് പോലും അദ്ദേഹം യുദ്ധത്തിനിറങ്ങാനുള്ള കൽപ്പന അത് ഹൃദയത്തിൽ തറക്കുകയും മക്കളോട് യുദ്ധത്തിനായി ഒരുക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം യുദ്ധ സംഘത്തോടൊപ്പം പോവുകയും ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന്റെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ 92-ാമത്തെ ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരു പുണ്യവും നേടാൻ കഴിയില്ല. ഈ ആയത്ത് അവതരിച്ചു എന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന്, ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയോ എങ്കിൽ എന്റെ ബൈറുഹാ തോട്ടം മാർഗത്തിൽ ചെലവഴിച്ചു. എന്താണ് ആയത്തിന്റെ ആശയം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരു പുണ്യവും നേടാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സഹാബികളെയൊക്കെ അവരെ ചിന്തിപ്പിച്ചെന്താണ് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക് അവരിറങ്ങിച്ചെന്നു എന്നതാണ് അവരെ മാറ്റത്തിന് കാരണമാക്കിയത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒന്ന്, നമ്മൾ വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നു. ഈ വിശുദ്ധ റമദാനിൽ ധാരാളം പാരായണം ചെയ്യുന്നു. പാരായണത്തിന് അർത്ഥം അറിയാതെ തന്നെ നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. സാധാരണ റമദാൻ അല്ലാത്ത കാലത്ത് നമ്മൾ ഓതിയാൽ 10, എന്നാൽ റമദാനിൽ നമുക്ക് വലിയ വർധനവ് ലഭിക്കുകയാണ്. ഈ തിലാവത്തിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? തഅല്ലും, അതിനെ വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മളിലുണ്ട്. നമുക്ക് ഇവിടെ തന്നെ എല്ലാ ശനിയാഴ്ചയും രാവിലെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനം ഉണ്ട്. നമുക്കിനി നേരിട്ടൊരു ഫിസിക്കൽ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് മുമ്പത്തെ പോലെയല്ല, ന്യായങ്ങൾ പറയാൻ അവർക്ക് സാധിക്കാത്ത വിധം ഓൺലൈൻ സംവിധാനങ്ങൾ ഇന്നുണ്ട്. പീസ് റേഡിയോയിൽ നിരവധി കോഴ്സുകൾ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠനമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമുക്ക് സാധിക്കുന്നതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. നമുക്കറിയാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന പ്രസിദ്ധമായ ഹദീസ് പ്രവാചകനിൽ നിന്ന് നിവേദനം ചെയ്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്, ലൗ തഹറത് ഖുലൂബുന ലിമാ ശബഅനാ മിൻ കലാമില്ല. ഹൃദയം ശുദ്ധമാണെങ്കിൽ ഖുർആൻ പാരായണം നിങ്ങൾക്ക് മതി വരില്ലായിരുന്നു എന്നാണ്. നമ്മൾ ഖുർആൻ എടുത്ത് നമുക്ക് പെട്ടെന്ന് അടച്ചു വെക്കാനാണ് തോന്നുന്നത്. പക്ഷെ നമ്മളെ ഹൃദയം പാപങ്ങളില്ലാത്ത ഒരു മനസ്സാണ്, ഹൃദയമാണെങ്കിൽ, ജീവിതമാണ് നമുക്കുള്ളതെങ്കിൽ വിശുദ്ധ ഖുർആൻ എത്ര പഠിച്ചാലും പാരായണം ചെയ്താലും നമുക്ക് മതി വരുമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഈ വിശുദ്ധ റമദാനിൽ ഖുർആനിന്റെ കാര്യത്തിൽ ധാരാളം ഓതാൻ നമുക്ക് സാധിക്കണം. പണ്ഡിതന്മാരുടെ ഖുർആൻ പാരായണം നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇമാം ഖത്താദ റഹിമഹുല്ല, അദ്ദേഹം കാന ഖത്താദത്തു യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി 7 ലയാലി മറ, 7 രാത്രികളിൽ ഖുർആൻ ഓതി തീർക്കും. അതെല്ലാം മറ്റ് റമദാൻ അല്ലാത്ത സമയത്താണ്. അദ്ദേഹം റമദാനായാൽ 3 രാത്രികൾ കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ്. തീർന്നില്ല, അവസാനത്തെ 10-ലോ ഖതമ ഫീ കുല്ലി ലൈലത്തിൻ മറ, അവസാന 10-ൽ ഓരോ രാത്രിയിലും ഓരോ ഖത്തം അദ്ദേഹം തീർക്കുമായിരുന്നു എന്നാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ പറ്റി പറയുന്നത്, വശാഫിഈ റഹിമഹുല്ല
ഖാല അൻഹു റബീഅ് ഇബ്നു സുലൈമാൻ. റബീഅ് ഇബ്നു സുലൈമാൻ പറയാണ്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ കാന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ യഖ്തിമു ഫീ ശഹ്രി റമളാന 60 ഖത്മ. 60 തവണ ഖത്തം തീർത്തിരുന്നു ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. നമ്മൾ പേജും അതിന്റെ സമയവും ഒക്കെ കാൽക്കുലേറ്റ് നമുക്കൊരു തുമ്പും കിട്ടൂല. അവരുടെ സമയത്തിൽ കിട്ടിയ ബർക്കത്താണ്. മാത്രമല്ല ചെറിയ പ്രായത്തിലെ ഹാഫിളാണ്. പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഖുർആൻ ഓതി പോകാം, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അതിന്റെ ബാക്കി തിരിച്ചോതി വീട്ടിലേക്ക് വരാം. 60 തവണ അദ്ദേഹം ഖുർആൻ റമളാൻ മാസത്തിൽ തീർത്തിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി പിന്നെ ഉദ്ധരണികൾ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് കാണാം. അതേപോലെ ഖാല അബ്ദുർ റസാഖ് പറയാണ്, കാന സുഫിയാനു സൗരി താബിഈ പണ്ഡിതനാണ് റഹിമഹുല്ലാ, ഇദാ ദഖല റമളാൻ തറക ജമീഅൽ ഇബാദ വ അഖ്ബല അലാ തിലാവത്തിൽ ഖുർആൻ. ഇമാം സുഫിയാനു സൗരി റമളാൻ ആയാൽ എല്ലാം ഒഴിവാക്കി അദ്ദേഹം ഖുർആനിലേക്ക് ചുരുങ്ങുമായിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനും പാരായണത്തിനും ഈ ഖുർആൻ അവതരിച്ച മാസത്തിൽ എത്ര കണ്ട് നമുക്ക് സാധിച്ചു എന്നതാണ്. ഖുർആൻ നാളെ ശുപാർശകനായി നാളെ പരലോകത്ത് വരികയായിരിക്കാണ്. ഖുർആൻ പഠിച്ച, ഖുർആനിനെ പാരായണം ചെയ്ത, ഖുർആനിനെ പറ്റി ചിന്തിച്ച, അത് പ്രയോഗവൽക്കരിച്ച ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് ഷഫീഅൻ ലി അസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ശുപാർശ പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്നത് അഹ്ലുല്ലാഹി വ ഖാസത്തിഹി, അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്. അവർക്ക് പ്രത്യേകമായി ആദരവ് ലഭിക്കും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വരി ഓതിയാൽ, ഒരു പേജ് ഓതിയാൽ നമുക്ക് എത്രയാണ് കൂലി? സൂറത്തുൽ ഫാത്തിഹ മാത്രം അതിൽ അക്ഷരങ്ങൾ 139 അക്ഷരങ്ങൾ നമുക്കുണ്ട്. 1390 പ്രതിഫലാണ് സാധാരണ ഗതിയിൽ നമുക്ക് കിട്ടുന്ന കൂലി. അങ്ങനെ ഓരോ സൂറത്തുകൾ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് അതിന്റെ കൂലി? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിന്റെ പഠനം, അതേപോലെ അതിനെപ്പറ്റിയുള്ള ചിന്ത, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആ വിശുദ്ധ ഖുർആനിലൂടെ ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അയാൾക്ക് അതിലൂടെ ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് സൂറത്തുൽ ബഖറ പഠിച്ചു തീർക്കാൻ എടുത്തത് വർഷങ്ങളോളം പഠിച്ചു തീർക്കാൻ എടുത്തു എന്നാണ്. നമ്മൾ സാധാരണ ഖുർആൻ ഹിഫ്ളാക്കുകയും അതിന്റെ സിലബസ് വെച്ച് പഠിക്കുകയും ചെയ്താൽ ചെറിയ കാലം കൊണ്ട് പഠിച്ചു തീരും. പക്ഷെ അവർ ഖുർആൻ പഠിക്കുമ്പോൾ അതിലുള്ള വിശ്വാസപരമായ കാര്യം, അതിലെ കർമ്മപരമായ കാര്യങ്ങൾ, അതിലെ ഓരോന്നും ജീവിതത്തിൽ പകർത്തിയതിന് ശേഷമാണ് അടുത്ത ആയത്തിലേക്ക് അവർ പോയിരുന്നതെന്ന്. അവരുടെ പഠനം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനും അതിന്റെ പാരായണത്തിനും അതിന്റെ ചിന്തക്കും ഒരു ഹലാവത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാധുര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആനിന്റെ ആ വഴിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിൽ നമ്മുടെ കുടുംബവും ഉണ്ടാകണം, നമ്മുടെ മക്കളും ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മക്കളുടെ മാതാപിതാക്കൾക്ക് നാളെ പരലോകത്ത് അവർക്ക് കിരീടം അണിയിക്കപ്പെടുന്നതാണ്, പ്രത്യേകമായ വസ്ത്രം അണിയിക്കപ്പെടും. പരലോകത്തുനിന്ന് ചോദിക്കും, എന്താണ്? അവർ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിന്റെ കാരണത്താലാണ് നിങ്ങൾക്ക് ഈ കിരീടം അണിയിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആനിന്റെ വഴിയെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം ആളുകളെ ഇരുണ്ട കാലഘട്ടത്തിൽ ആ ഇരുൾമുറ്റിയ മനസ്സുമായി ജീവിച്ച ധാരാളം വ്യക്തിത്വങ്ങൾക്ക് വലിയ വെളിച്ചം വീശിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. നമ്മൾ അതിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ ഒരുപാട് ദൈവികമായ ദൃഷ്ടാന്തങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും സമൂഹത്തോട് പറയാറുണ്ട്. പക്ഷെ ആ ഖുർആനിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൻ നമുക്ക് സാധിച്ചു. ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന താബിഈയായ ഒരു വ്യക്തി, അദ്ദേഹത്തെ ഇന്ന് ഖുർആൻ മുഫസ്സിറുകൾ ഖാല ഫുലൈൽ ഇബ്നു ഇയാദ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാചകം ഉദ്ധരിക്കും. ആരായിരുന്നു? ഒരു ദിവസം പോലും വ്യഭിചരിക്കാൻ കഴിയാതെ, ഒരു രാത്രി പോലും പിന്നെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഫുലൈൽ ഇബ്നു ഇയാദ് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലാണ്. അപ്പോഴാണ് അദ്ദേഹം കേൾക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ കീഴൊതുങ്ങാൻ ഇനിയും സമയമായില്ലേ? മുമ്പുള്ള വേദക്കാരെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയോ? ഈ ചോദ്യമാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ പാരായണം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലും
വലിയ പരിവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാക്കുക. കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സുഹൃത്തു ബന്ധങ്ങളിൽ, എവിടെയാണെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ പഠനവും അത് പ്രയോഗവൽക്കരിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.